ഇന്ന് കുഴിക്കാൻ വന്നപ്പോൾ നമ്മുടെ കിണറ്റിൽ കിടന്നാണിത്. ഓരോ ഫോളോവറിനും ഓരോ സ്പൂൺ മണ്ണ് വെച്ച് കൂടി കിണർ പണിയാണ് നമ്മൾ. ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് ടോട്ടൽ 190 തവണയാണ് കുഴിക്കേണ്ടത്. നമുക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ആരോ വാഴയിലയിൽ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് നമ്മുടെ കിണറ്റിൽ ഒരു മുട്ട കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളോട് ഇത്രയും സ്നേഹമുള്ള ഏതോ ഒരാൾ നല്ല ബ്രാൻഡഡ് മുട്ട വാങ്ങി നമുക്ക് തന്നിരിക്കുന്നു ഗൈസ്. കണ്ടിട്ട് കൊറിയക്കാരുടെ ബ്രാൻഡാണെന്ന് തോന്നുന്നു. ബീഡി വലിച്ച് ചെവി കൂടി പുക വിടുന്ന അടുത്ത വീട്ടിലെ അപ്പൂപ്പന് ഞാൻ മുട്ട ഗീവവേ കൊടുത്തു. നമ്മുടെ കിണറ്റിൽ അതിശക്തമായ പാറകളാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് എന്റെ വയ്യാത്ത കൈ വെച്ച് സ്പൂൺ കൊണ്ട് പാറ കുഴിച്ചു പോകുന്നത്. ഒരു തുള്ളി കുടിവെള്ളത്തിന് വേണ്ടി ഞാനിവിടെ ദാഹിച്ച് വനയുകയാണ് ഗൈസ്. പെട്ടെന്ന് കളറുകൊണ്ട് പൂർത്തിയാക്കാൻ വീഡിയോ കാണുന്നവരിൽ അനുകൂലം ഫോളോ വിളിച്ചേനെ ഗൈസ്. ജെനുവൻ ആയിട്ടുള്ള കൊളാബുകൾക്ക് വേണ്ടി നമ്മുടെ ടീം തുറന്ന് മനത്തെ ചവിട്ടി പൊളിച്ചിട്ടുണ്ട്. ഇന്നത്തെ പണി കഴിഞ്ഞിരിക്കുന്നു. ഒരു 1.5 മീറ്റർ നമ്മൾ കുഴിച്ചിരിക്കുന്നു. ഓക്കെ ബൈ ഗൈസ്. ആകാശവാണി, തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി. നമ്മുടെ കിണറുപണിയുടെ കാര്യത്തിൽ ഇന്ന് ഏകദേശം ഒരു തീരുമാനമായി. ഓരോ ഫോളോവേഴ്സിനും ഓരോ സ്പൂൺ മണ്ണ് കോരി കിണറുപണി പൂർത്തിയാക്കുന്നതിന്റെ 13ാമത്തെ ദിവസമാണ് ഇന്ന്. 90 തവണയാണ് നമുക്ക് കുഴിക്കേണ്ടത്. 90 പുതിയ ഫോളോവേഴ്സിനാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് കുഴിച്ച് ചെന്നപ്പോൾ മുഴുവൻ പാറയായിരുന്നു ഗായസ്. മിക്കവാറും ഇത് വെട്ടിവെച്ച് പൊട്ടിക്കേണ്ടി വരും. വളരെ അപകടകരമായ ഒരു ജോലിയാണിത്. ശബ്ദമില്ലാതെ പാറ പൊട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടേണ്ടതാണ്. ഇന്നലെ നമ്മൾ മുട്ട ഗീവവേ കൊടുത്ത അപ്പൂപ്പനെ ഏതോ ഒരു കാള വീട്ടിൽ കയറി കുത്തിട്ട് പോയി ഗൈസ്. അപ്പൂപ്പൻ ബോധം വരുമ്പോൾ നമ്മൾ ഒരു കുപ്പി വെള്ളം കൊണ്ടേ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ അരയുടെ ഒപ്പം എത്താറായി. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്. ഇന്ന് നമ്മൾ സ്പൂണ് മാറ്റി നമ്മുടെ കലാഷ്നിക്കോവ് എടുത്ത് കുഴിയിട്ടാൻ വലുതാക്കിയിരിക്കുന്നു. ബട്ട് കുഴിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ കലാഷ്നിക്കോവിന്റെ ബുള്ളറ്റ് പാറയിൽ ഉറച്ചു പോയി ഗൈസ്. സ്പൂൺ വെച്ച് കിണർ കുഴിക്കുന്നതിന്റെ 14ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് ടോട്ടൽ 84 തവണയാണ് കുഴിക്കേണ്ടത്. ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ ശക്തമായ ഒരു സാമ്രാജ്യം ഇവിടെ പാറക്കല്ലുകൾ തീർത്തിരിക്കുന്നു ഗൈസ്. നമ്മുടെ സ്പൂണിന് അവരെ ഒന്ന് തൊഴാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അർജുനന്റെ ഗാന്ധീവത്തേക്കാൾ ശക്തമേറിയ മറ്റൊരായുധം ഇന്ന് കളത്തിലിറക്കിയിരിക്കുന്നു. ശക്തനായ മറ്റൊരാൾ, അത് എന്റെ പ്രിയമിത്രം സൂര്യപുത്രൻ വൈകർത്തനൻ കർണൻ. ഗായസ്, നമ്മുടെ ആയുധത്തിന്റെ ഒരു ബുള്ളറ്റ് മണ്ണിൽ ഉറച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തേതും അതിശക്തമായി തന്റെ മണ്ണിൽ ഉറച്ചു പോയിരുന്നു. എന്നും വരട്ടേന്ന് വിചാരിച്ച് നമ്മൾ പോയി 3ാമത്തേത് ഇട്ടു. ഇത് പോയാൽ പിന്നെ ഒരു വഴിയില്ല. അതുകൊണ്ട് നമ്മൾ അവസാനമായിട്ട് ഒന്നുകൂടി കുഴിച്ച് അവരെ എല്ലാം പുറത്തെടുത്തിരിക്കുന്നു ഗായ്സ്. നമ്മുടെ കിണർ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് വെള്ളം കിട്ടും. അപ്പോൾ ഫോളോ ചെയ്യാതെല്ലാം കൂടി ഒന്നുകൂടി ഊഴിച്ചാടി ഫോളോ ചെയ്യൂ. ഓക്കെ ബൈ. സ്വപ്നഭൂമിയിലെ ഞാൻ കുഴിച്ച കിണറിലെ പുതുവെള്ളം തൊടിച്ചു തുള്ളിപ്പതിന് പെയ്യുന്നു. സ്പൂണേന്ദ്ര ബാഹുബലി മരണപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ പുതിയ രാജാവ് മഹേന്ദ്ര ബാഹുബലി. ഇന്ന് നമ്മുടെ കിണറുപണിയുടെ 15ാമത്തെ ദിവസമാണ്. 220 ഫോളോവേഴ്സിനാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ 220 തവണ ഇന്ന് കുഴിക്കും. വലിയൊരു പാറമടയിലുള്ളതിനേക്കാളും കൂടുതൽ പാറയുണ്ടൂടെ. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ വിശ്രമിക്കാൻ അനുവദിക്കരുത്. ഇനിയും മുന്നോട്ട് അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിനെ മെരുവിച്ചോടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോന്ന് ഉറപ്പാക്കിയിട്ട് നീ പോകാവും. നമ്മളോട് മാസ് ഡയലോഗ് അടിച്ച പാറയെ അവൻ പറഞ്ഞതുപോലെ തന്നെ കുഴിച്ചിട്ട് അണ്ണാക്കി കുറെ പച്ചമണ്ണും വാരിയിട്ട് തെങ്ങും കിട്ടാത്തതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വെച്ചേം കുത്തി കുഴിച്ചിട്ടു. ഫോളോവേഴ്സ് കൂടുന്നവർ നമ്മുടെ കിണറിന്റെ ആഴം കൂടുന്നതായിരിക്കും. ഇന്ന് പാറകൾക്കിടയിൽ നിന്നും വെള്ളത്തിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വെള്ളം അനങ്ങുന്നുണ്ടായിരുന്നു. വെള്ളം കണ്ടതുകൊണ്ട് ഞാൻ പേടിച്ചുപോയി. ഇനി എന്റെ അടുത്ത ചുവടിൽ ആകാശം മുട്ട തീ ഉയരും. നാളെ തീ കൊടുത്താൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ ബൈ കേസ്. ഇന്നലെ കണ്ട കിണറ്റിലെ ഉറവ ഇന്നും അതേപോലെ തന്നെ ഉണ്ട്. ആദ്യം തന്നെ ഉറവയിലേക്ക് സ്പൂണിട്ട് 2 മാന്ത് മാന്തിയിട്ടുണ്ട്. ഇന്ന് പഞ്ചായത്തിൽ നിന്ന് നമുക്കൊരു പ്ലേ ബട്ടനും കിട്ടി. ഓരോ ഫോളോവേഴ്സിനും ഓരോ കുഴി വെച്ച് കിണർ പണിയുന്നതിന്റെ 16ാമത്തെ ദിവസമാണ് ഇന്ന്. 900 പുതിയ ഫോളോവേഴ്സിനെ കിട്ടി. 900 നാണ് കുഴിക്കണം. കുഴിച്ച മണ്ണ് കിണറ്റിൽ നിന്ന് കോരി മാറ്റാൻ എന്റെ കൂർമ്മ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ കിട്ടി. ഐഡിയ വളരെയധികം വിജയകരമായിരുന്നു. അതുകൊണ്ട് തന്നെ പണി വളരെ ഈസിയായി നടന്നു. ഗായ്സ്, ഇന്നലെ കണ്ടത് പൈപ്പ് കൂട്ടിയ വെള്ളമോ ഞാൻ ഒഴിച്ച വെള്ളമോ ഒന്നും അല്ല. ഞാൻ ഇന്ന് അവിടെ കുഴിച്ചു നോക്കി. മണ്ണിൽ നല്ല നനവുണ്ട്. ആ ഭാഗത്തെ പാറയെല്ലാം കുറച്ച് നനഞ്ഞാണ് ഇരുന്നത്. ഇതെന്തോ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യൂ. ഇനി ഉരുള് പൊട്ടാൻ പോവുകയാണോ ഗൈസ്? നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭീമാകാരനായ പാറ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? ഈ എന്നെ നിന്നെ കാണാൻ ജോർജ് സാറിയുടെ വന്നിട്ടുണ്ടേ. വാളയാൾ പാറശിവ നിന്റെ തലയടിച്ച് പൊട്ടിച്ചു മണ്ട കയറ്റിയിരിക്കും. അതിസാഹസികമായി കിണർ ഒഴിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ അഭിനന്ദിച്ച് ഒരു പ്രൈവറ്റ് തന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഫോളോവേഴ്സ് കൂടുന്നവരുണ്ട്. അതിന്റെ ആഴവും കൂടും. നമ്മുടെ കിണറ്റിൽ ഉറവ തഴച്ചു വളരുന്നതിനായി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. നമ്മുടെ ചെറിയ കുഴി ഇപ്പോൾ വലിയ കിണറായിരിക്കുന്നു ഗൈസ്. ഇന്ന് ഡേ 17 ഓരോ ഫോളോവറിനും ഓരോ കുഴിയാണ് നമുക്ക് കുഴിക്കുന്നത്. ഇന്ന് ടോട്ടൽ 1500 തവണ കുഴിക്കണം. അതിശക്തമായ ഈ പാറകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് നേരത്തെ തന്നെ വെള്ളം കുടിക്കാമായിരുന്നു. നമ്മുടെ ആയുധം ഇടയ്ക്കിടയ്ക്ക് പാറയുടെ മുന്നിൽ നാണം കെട്ട് പരാജയം ഏറ്റുവാങ്ങുകയാണ്
ഗൈസ്. 2 ബുള്ളറ്റും ലോക്കാക്കിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നമ്മൾ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ. കാവൽ മാലാഖെ പോലെ ഒരാൾ വരുമെന്ന്. അതവന മായാവി. കൃത്യസമയത്ത് തന്നെ നമ്മുടെ മായാവി ബുള്ളറ്റ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നു. ബാക്കി കുടുങ്ങിപ്പോയ 2 പേരെയും അവൻ രക്ഷിച്ചു ഗൈസ്. ഒച്ചത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും സംരാനാരോ. ഫോളോ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി സൂചകമായി ഞാൻ ഈ പാറയെല്ലാം പൊട്ടിത്തെറിപ്പിക്കുകയാണ് ഗൈസ്. ഫോളോവേഴ്സ് കൂടുന്നവരും കിണറിന്റെ ആഴവും കൂടും. അപ്പൊ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിണർ ഒരു വലിയ കിണറായി മാറിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ഓക്കെ ബൈ. ഇന്ന് കിണറിന്റെ വീതി നമ്മൾ അതിഭയങ്കരമായ രീതിയിൽ കൂട്ടിയിരിക്കുന്നു. നമ്മുടെ അരപ്പൊക്കത്തോളം എത്തിയിരിക്കുന്നു. ഇപ്പം ഓരോ ഫോളോവറിനും ഓരോ കുഴി വീതം വെച്ച് കുത്തി കിണർ പണി പൂർത്തിയാകുന്നതിന്റെ 18ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമുക്ക് ടോട്ടൽ 2000 തവണയാണ് കുഴിക്കേണ്ടത്. ഇന്ന് ആദ്യം നമ്മൾ കിണറിന്റെ വീതി കൂട്ടുകയാണ് ചെയ്തത്. കുഴിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കുഴിച്ച മണ്ണ് കരയിലെത്തിക്കുന്നതിന്. അതിനൊരു 10 തവണയെങ്കിലും അന്തരമിസിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ എവിടുന്നും പോകൂല. ഇങ്ങനെ ഓരോ ഡയലോഗും പറഞ്ഞ് കിണറ്റിന് കയറിപ്പോകാൻ മടിച്ചു നിന്ന് പാറനെല്ലാം ചവിട്ടിക്കൂട്ടി നമ്മൾ അപ്പുറത്തെ പറമ്പിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഒരു പണിയെടുക്കാതെ ചുമ്മാ കരക്കിരുന്ന സ്പൂണിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവരെ കൊണ്ട് 2 തവണ മണ്ണ് പൂരിപ്പിച്ചു. ഇന്നലെയും കുറെ ഉടായ്പ കൊളാബോൾ കിട്ടി. ഗൈസ് നമ്മൾ അതൊന്നും ചെയ്യത്തില്ല. ജെന്യൂൻ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ. ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് കിണറിന്റെ ഷേപ്പ് കറക്റ്റായിട്ടങ്ങ് വന്നിട്ടില്ല. കിണറ്റിൽ കുറച്ച് വെള്ളം കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് സ്വയം കണ്ട് നിർവൃത്തി അടഞ്ഞിരിക്കുന്നു. അപ്പോൾ ബൈ.